ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ ഡിഷാണ് ചിക്കൻ രസം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രസത്തിനായി എല്ലുള്ള 3 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 200 ഗ്രാം ചിക്കൻ ഉണ്ട് ഇതിപ്പോൾ. ഇനി ഒരു ഇടികല്ലിലേക്ക് ഇതിട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലും മാംസവും നന്നായിട്ട് ചതയ്ക്കാൻ ശ്രദ്ധിക്കണം. ചതച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി ഇടികൽ വൃത്തിയാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ആദ്യമേ ചതച്ചെടുക്കാം. ശേഷം അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, നല്ല എരിവിനായിട്ട് ഒരു 5 കാന്താരി, കൂടെ തന്നെ ഒരു 10 കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ചതച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചൂടാക്കി 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കാം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച അരപ്പ് ചേർത്ത് ഇളക്കി കൂടെ തന്നെ അരിഞ്ഞ ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. വഴറ്റിയ ശേഷം ചതച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇളക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കായപ്പൊടി എന്നിവ കൂടി ചേർത്ത് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ശേഷം 1/2 ലിറ്റർ വെള്ളം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിയുമ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ രസം റെഡി. വളരെ ഹെൽത്തിയാണ്. മാക്സിമം നാടൻ കോഴി യൂസ് ചെയ്ത് രസം ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതിന് വരെ ബൈ ബൈ.